ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു 10-15 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ അതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് അത് തരുന്ന എൻകറേജ്മെൻറ്റ്, അതിപ്പോഴും എനിക്കൊരു ഗൂസ് ബംസ് തരുന്ന ഒരു ഇവൻ്റാണ്, ഒരു സംഭവമാണ്. അത് ഓർക്കുമ്പോൾ ഞാൻ എത്രത്തോളം ദൈവത്തോട് എത്ര നന്ദിയുള്ള ആളാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ ടെസ്റ്റിമണി എന്ന് പറയുന്നത്, ഞാൻ ഡയാലിസിസ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിനെ ഒരു സാധാരണ ഒരു ദിവസം പോലെ തന്നെ പേഷ്യൻറ്റ് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പേഷ്യൻ്റെ മുഖത്തോട് നോക്കിയപ്പോൾ ഒരു വളരെ ദുഃഖഭാവം ഉണ്ടായിരുന്നു ആ മുഖത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രെയർ മാറ്റേഴ്സ് ഉണ്ടോ, ഇപ്പം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് നാളെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഈ ഡയാലിസിസ് അറിയാവുന്നവർക്കറിയാം, ഈ ഫിസ്റ്റുല ഓർ ഗ്രാഫ്റ്റിങ്ങിന് ചെയ്യുന്ന പ്രൊസീജിയറാണ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയറാണ്. അത് യൂഷ്വലി അത് സാധാരണ ഒരു ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയറാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്തിനാണ് നീ വിഷമിക്കുന്നത്, ഞാനിപ്പോൾ ഡയാലിസിസ് അറിയാവുന്നവർക്കറിയാം, അത് ഒരുപാട് പേഷ്യൻസ് എൻ്റെ ചുറ്റിനും കാണും, അവരും അറ്റ് ദ സെയിം ടൈം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇവരും എല്ലാം സെയിം പ്രൊസീജിയറിലൂടെയല്ലേ കടന്നു പോയത്, അവരെല്ലാം മേക്ക് ത്രൂ ചെയ്തല്ലോ, ഓക്കെ ആണല്ലോ, നീ വറി ആകണ്ട, നീയും സെയിം തിങ്, യു വിൽ ഓൾസോ ഗോ ത്രൂ ദ സെയിം സർജറി ആൻഡ് യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ് ഫൈൻ. പക്ഷേ ആൾക്ക് അതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷമില്ല. ഈ സ്റ്റിൽ വറീഡ്. അവൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഈ സർജറിയിൽ നിന്ന് ഞാൻ മേക്ക് ഔട്ട് ആകത്തില്ല, എനിക്ക് എന്തെങ്കിലും ആ സർജറിയിൽ വെച്ച് സംഭവിക്കും എന്ന് അവനെന്തോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കൂടുതലായിട്ട് പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പുള്ളിയുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഇതുപോലെ വേറെയും കോമോർബിഡ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ സിക്കായി തുടങ്ങി. ഇതൊക്കെ ആയപ്പോഴത്തേക്ക്, ഡയാലിസിസ് ഒക്കെ ആയപ്പോഴത്തേക്ക് വൈഫ് ഇട്ടേച്ച് പോയി. വേറെ ഫാമിലി സപ്പോർട്ടൊന്നുമില്ല, ഫാമിലി ഇല്ല. ഹീസ് കമ്മിങ് ഫ്രം എ നഴ്സിംഗ് ഹോം. അവിടെ അങ്ങനെ ആരും വിസിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. സോ ഹീസ് ലൈഫിലെ ഒരു താന്ന സമയം, ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയം, ഒരു ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള സമയം. ഒന്നുമില്ല, ഒന്നും ലുക്ക് അപ്പോൺ ചെയ്യാൻ ഒന്നുമില്ല, മക്കളില്ല, ഒന്നുമില്ല. ഒരു വല്ലാത്തൊരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു അതെന്ന് പറയുന്നത്. ഞാൻ അവനോട് സുവിശേഷം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനങ്ങനെ ഐ വാസ് ഇൻ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അന്ന് മോർണിംഗ് ജോലിക്ക് പോയപ്പോൾ ഞാൻ ഒരാളോട് സുവിശേഷം പറയുമെന്ന് എൻ്റെ മനസ്സിലില്ല, അങ്ങനെ ഒരു ആലോചനയില്ല. നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു ബിസി ആയിട്ടുള്ള എൻവയൺമെൻറ്റാണ്. അപ്പം ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്കങ്ങനെ തോന്നി. ഐ എം ഷുവർ ഇറ്റ് വാസ് ഗോഡ്സ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്തതനുസരിച്ച് ഞാൻ അവനുമായിട്ട് സുവിശേഷം ഷെയർ ചെയ്യുകയും അവന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും എൻ്റെ കൂടെ പ്രെയർ ഏറ്റു പറയുകയും ഒക്കെ ചെയ്തു. വല്ലാത്തൊരു അനുഭവമുള്ളൊരു മൊമെൻ്റാണ് അത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനത് അക്സെപ്റ്റ് ചെയ്യുമെന്നും, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവന് ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തു. പ്രൊസീജിയറിന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻകറേജ്മെൻ്റ് എല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഓക്കെ, we'll learn more about Bible, I asked my husband, myself, maybe with the church elder or somebody will come, നഴ്സിംഗ് ഹോമിൽ വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ ആശ്വസിപ്പിച്ചൊക്കെ വിട്ടു. നെക്സ്റ്റ് ഡയാലിസിസിൻ്റെ ദിവസം ഞാൻ ജോലിയിലുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ടാവും വന്നു എന്നുള്ളത്. സെക്കൻഡ് ഷിഫ്റ്റ് എന്തോ ആൾ വന്നിട്ടില്ല. അപ്പം ഞാൻ വെച്ച് ട്രാൻസ്പോർട്ടേഷൻ വല്ല ലേറ്റ് ആയതായിരിക്കും. സോ ഐ വെയിറ്റഡ് എ ലിറ്റിൽ ബിറ്റ് മോർ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ടും വന്നിട്ടില്ല. അപ്പം ഞാൻ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു, ഒന്ന് വിളിച്ച് അന്വേഷിച്ച് എന്തിയ ആളെന്ന്. അവൾ വിളിച്ചപ്പം, യു വോണ്ട് ബിലീവ്, ഇറ്റ് വാസ് സോ ഷോക്കിംഗ്. അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ, അവന് ആ പ്രൊസീജിയറിൻ്റെ ഇടയിൽ കോഡ് ചെയ്തു. ഹി നെവർ മെയ്ഡ് ഇറ്റ്. I was so shocked. അവൻ പറഞ്ഞതുപോലെ തന്നെ he never made it after that surgery. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എത്രത്തോളം അത് എഫക്റ്റീവ് ആകുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എക്സ്റ്റെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ നിമിഷം ഉണ്ടല്ലോ, പല ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. ദൈവമേ, ഞാൻ അന്ന് സുവിശേഷം പറയാൻ ആലോചിച്ചു പോയതല്ല. എവ്രിതിങ് വാസ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ. ദൈവം പ്ലാൻ ചെയ്തതുപോലെ തന്നെ, അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവം അവൻ അതിലൂടെ കടന്നുപോയി. ഹി വാസ് ഇൻ എ ഡെസ്പറേറ്റ് മൊമെൻറ്റ്. God gave me the Holy Spirit.
filled me with the Holy Spirit to share the gospel with him. അങ്ങനെ അവനോട് സുവിശേഷം പറയാൻ ദൈവം എന്നെ ആ സമയത്ത് ഉപയോഗിച്ചു. ഞാനപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബീയിങ് അല്ല. എന്നിൽ കുറവുകളുണ്ട്. ഞാൻ ഒത്തിരി കുറവുള്ളൊരു വ്യക്തി. എനിക്ക് ബൈബിൾ പെർഫെക്റ്റ് ആയിട്ട് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഐ ലവ് മൈ ഗാഡ്, ഇൻ ഫെയ്ത്ത് ഇൻ ഗാഡ്, ബോൺ അഗെയിൻ ബിലീവർ. ആ ഇതിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മൾക്ക് ഒത്തിരി അറിവ് വേണമെന്നോ, നമ്മളൊരു പറയാൻ മിടുക്കനാണോന്നോ, നമുക്ക് വാക്ചാതുര്യം വേണമെന്നോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ സുവിശേഷം പറയാൻ നമ്മുടെ അവൈലബിലിറ്റിയാണ്. കർത്താവ് നമ്മളെ എടുത്ത് അങ്ങ് ഉപയോഗിച്ചോളൂ. എൻ്റെ മനസ്സിൽ ആ തോട്ട് വന്ന സമയത്ത് ഹൗ ഗോഡ് യൂസ് മീ, എനിക്കിപ്പോഴും അറിയത്തില്ല ദൈവം എന്നെ എങ്ങനെയാണ്. നമ്മൾ കർത്താവിന് വിട്ടു കൊടുക്കുമ്പോൾ ഹീസ് ഗോയിങ് ടു യൂസ് അസ്. ഞാൻ അന്നേരം ചിന്തിച്ചു. ഇപ്പോഴും ചിന്തിക്കുമ്പോഴും, ആ കാര്യം ചിന്തിക്കുമ്പോഴും, എത്ര ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഞാനായിരുന്നാലും ആ കാര്യം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ടല്ലോ, എനിക്ക് പെട്ടെന്നൊരു എനർജി കയറുന്ന പോലെ, അയ്യോ ഞാനൊരു ഫെയിലിയർ അല്ലല്ലോ, ഞാൻ കർത്താവ് എന്നെ അന്നെടുത്ത് ഉപയോഗിച്ചാണ്, ഒരാളെ സ്വർഗത്തിലേക്ക് നേടാൻ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിച്ച ആളാണ് ഞാൻ. ഐ എം നോട്ട് എ ഫെയിലിയർ. ഓക്കെ, നമ്മുടെ ചുറ്റിനും നമുക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങളോ മനുഷ്യരോ എന്തു വേണമെങ്കിലും വന്നോട്ടെ, നമ്മൾ കർത്താവിൻ്റെ മകളും മകനുമാണ്. ഓക്കെ, നമ്മൾ ആര് വേണമെങ്കിലും വെറുത്തോട്ടെ, നമ്മൾ ചുറ്റിനും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഫോക്കസ് തിരിച്ച് കർത്താവിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഭയങ്കര സമാധാനമാണ് വരാൻ പോകുന്നത്. നമുക്ക് ഭയങ്കര ഒരു നമ്മളെ ആരും അംഗീകരിക്കേണ്ട, ബട്ട് കർത്താവ് നമ്മളെ അംഗീകരിക്കുന്ന ഒരാളാണ്. കർത്താവ് നമ്മുടെ എല്ലാ ഡെസ്പറേറ്റ് മൊമെൻറ്റ്സിലും നമ്മളെ കാണുന്ന ഒരാളാണ് കർത്താവ്. നമ്മളെ ഒരിക്കലും കൈവിടുന്ന ഒരാളല്ല. ആ പേഷ്യൻറ്റിനെയും ദൈവം കരുതി, എന്നെയും ദൈവം കരുതി. കർത്താവിന് വേണ്ടി എന്നെ എടുത്ത് ഉപയോഗിച്ചു, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആ പേഷ്യൻറ്റിനെ എടുത്ത് ഉപയോഗിച്ചു. അതിന്നും ഓർക്കുമ്പോൾ എനിക്ക് തരുന്ന എൻകറേജ്മെൻറ്റ്, നമ്മുടെ ചുറ്റിനുള്ളവരൊക്കെ ഇപ്പം നമുക്കറിയാം, വല്ലാത്തൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്ര ആത്മാർത്ഥതയുള്ള ആയിട്ട് നമ്മൾ ജീവിച്ചാലും മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ്. എല്ലാവരും സെൽഫിഷും അവരുടെ കാര്യങ്ങളും എല്ലാം, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് നൗ. നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞാലും പീപ്പിൾ ആർ ഗോയിങ് ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് us. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നില്ല. ഈ ലോകം നമുക്ക് എപ്പോഴും ദുഃഖവും പ്രയാസവും ഡിസ്കറേജ്മെൻറ്റും ഒക്കെ നമുക്ക് തരാൻ പോകുന്നുള്ളൂ. പക്ഷെ നമ്മുടെ എഫേർട്ടും നമ്മുടെ ഫോക്കസും നമ്മൾ തിരിച്ച് ദൈവത്തിന് വേണ്ടി ആക്കുക. ദൈവത്തിന് വേണ്ടി നമ്മൾ ആത്മാക്കളെ നേടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ദൈവം നമ്മളെ നടത്തും. നമുക്ക് ഇനി ആദ്യം നമുക്കറിയാം, ഈ ലോകത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നു. എർത്ത് ക്വേക്സ് ആഫ്റ്റർ എർത്ത് ക്വേക്സ്, ഫ്ലഡ് ആഫ്റ്റർ ഫ്ലഡ്സ്, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്, റൈറ്റ്? ഹീ ഈസ് കമ്മിങ് സൂൺ. ഓക്കെ, ഇത് വെറും ഒരു വാക്കായിട്ട് കാണണ്ട. ഹീ ഈസ് കമ്മിങ് സൂൺ. അത് ഇന്ന് എനിക്കറിയത്തില്ല എന്നാണ് വരുന്നതെന്ന്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടുഡേ, ടുമോറോ, എനി ടൈം, ബട്ട് ദ സീസൺ ഈസ് നിയർ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും ഈ ലോകത്തിന് വേണ്ടി കളയാതെ, നമുക്കിന്ന് കാണുന്ന ഈ ഹെൽത്ത് നാളെ കാണണമെന്നില്ല. നമ്മൾ ഇന്ന് നല്ലതായിട്ടല്ല ഇരിക്കും, നാളെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് നമ്മളെ തന്നെ ട്രാൻസ്ഫോം ആക്കി നമ്മുടെ ഹെൽത്ത് എല്ലാം പോവാം. എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. ഇന്ന് കാണുന്നവർ നമുക്ക് നാളെ നമ്മുടെ കൂടെ കാണണമെന്നില്ല. സോ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് നിലനിൽക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും സന്തോഷവും പീസും ജോയും എല്ലാം വേറൊരു ലെവലായിരിക്കും. സോ ലെറ്റ്സ് റീഫോക്കസ് ആൻഡ് ഈ വേൾഡിൽ നിന്നെല്ലാം നമ്മുടെ ചിന്തകളെ മാറ്റി, ഈ വല്ലാത്തൊരു സിറ്റുവേഷനിലുള്ള ഈ വേൾഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോക്കസിനെ തിരിച്ച് കർത്താവിന് വേണ്ടി നമ്മൾ ജീവിതത്തെ മാറ്റി വെക്കാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പലരും ജോലി ചെയ്യുന്നവരായിരിക്കാം, ബിസി ആയിട്ടുള്ളവരായിരിക്കാം, എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് എൻഗേജ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് പറ്റും. നമ്മളൊന്ന് നമ്മുടെ ഉൾക്കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ ചുറ്റിനും ഒരുപാട് ആൾക്കാർ വചനത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവരുണ്ട്, കർത്താവിനെ അറിയാൻ ദാഹിച്ച് നടക്കുന്നവരുണ്ട്. നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ ആ ടൈമൊന്ന് അവർക്ക് വേണ്ടി അവൈലബിൾ ആക്കിയാൽ മതി. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. സോ നിങ്ങൾക്കൊരു എൻകറേജ്മെൻറ്റും ആകുവാൻ ഇത് ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഇതൊരു എൻകറേജ്മെൻ്റ് ആണ്.
നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് ഒരുപാട് പ്രവർത്തിക്കുന്നവർ ഉണ്ട്, ഒരുപാട് പ്രവർത്തിക്കുന്നവർ. അതൊക്കെ വെച്ച് ഒന്നുമില്ല ഞാൻ. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ഈ ടെസ്റ്റിമണി ഷെയർ ചെയ്തത്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും വേണ്ടി. അത് നിങ്ങൾക്ക് എൻകറേജ്ഡ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവൻ്റെ രാജ്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.